ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അംബികയുടെ ക്രൂരതയെല്ലാം തന്നെ കൃതികയുടെ മുന്നിൽ ഡോക്ടർ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. തുടർന്ന് അംബികയോട് ഇനിയും തന്നോട് പോരിന് ശ്രമിക്കുകയാണെങ്കിൽ കണക്കിന് തരാൻ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വെല്ലുവിളിക്കുകയാണ് യാമിനി. പിന്നീട് കാണിക്കുന്നത് സത്യങ്ങളെല്ലാം ഋതിക സരസ്വതിയോട് തുറന്നു പറയുന്നതാണ്. എല്ലാം കേൾക്കുന്ന സരസ്വതി ഉടൻ തന്നെ ഋതികയും കൂട്ടിക്കൊണ്ട് അംബികയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. എന്താ അമ്മ എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് അംബിക ചോദിക്കുമ്പോൾ മറുത്തൊന്നും പറയാതെ തന്നെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് സരസ്വതി. ഇനി മുതൽ നീയും നിന്റെ മകനും അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഈ വീട്ടിൽ ജീവിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ പ്രതാപനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കും. ഇത് കേൾക്കുന്ന അംബിക പേടിയോടെ സരസ്വതി നോക്കുന്ന സമയത്താണ് ശബ്ദം കേട്ടുകൊണ്ട് രാജുവും പ്രതാപനും കൂടി മുറിയിലേക്ക് ചെല്ലുന്നത്. എന്താ അമ്മേ, എന്താ പറ്റിയതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവർ പറഞ്ഞേക്കുകയാണ് സരസ്വതി. പിന്നീട് കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. മുറിയെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഋതികയ്ക്ക് മേശയുടെ വലിപ്പിൽ നിന്നും ഒരു കത്ത് കിട്ടുകയായിരുന്നു. അത് പത്മാവതിയുടെ കത്തായിരുന്നു. കത്ത് വായിച്ചതിന് ശേഷം ഋതിക മനസ്സിൽ പറയുകയാണ്, അപ്പോൾ രാജുവിനെ കല്യാണം കഴിച്ചത് അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എന്നെ ഇഷ്ടമുണ്ടായിട്ടല്ല രാജു കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഋതികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജു വീട്ടിലേക്ക് വരുന്ന സമയം തന്നെ രമ്യ വീട്ടിലേക്ക് വരുന്നതാണ്. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ടാ ഞാൻ വന്നത്, നിന്നെ ഇവിടുന്ന് എന്താണെങ്കിലും ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് രാജുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് രമ്യ. അതേസമയമാണ് അങ്ങോട്ടേക്ക് ഋതിക വരുന്നത്. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന ഋതികയാണ് കാണിക്കുന്നത്. തുടർന്ന് രമ്യ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവന് തുല്യമാ രാജുവിനെ സ്നേഹിച്ചത്, എന്താണെങ്കിലും രാജുവില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. അതേസമയം ഋതികയെ നോക്കിക്കൊണ്ട് രാജു നിൽക്കുന്നത് കണ്ടുകൊണ്ട് രമ്യ ഋതികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവൻ നിന്നെ കല്യാണം കഴിച്ചത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, നിന്റെ അച്ഛൻ പ്രതാപൻ സാറിനെ ഓർത്ത് മാത്രമാണ്, എന്താണെങ്കിലും അത് നീ വൈകാതെ തന്നെ തിരിച്ചറിയും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ രമ്യ അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് രാജുവിനെ നോക്കുന്ന ഋതികയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.